ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പരിപ്പ് മെഴുക്കുവരട്ടിയാണ്. കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചനാ ദാലാണ് എടുത്തിരിക്കുന്നത്. കുതിർത്തൊന്നും വെച്ചില്ല, ഡയറക്റ്റ് തന്നെ നന്നായിട്ട് കഴുകി ഒരു അടികട്ടിയുള്ള പാത്രത്തിലോട്ട് വെച്ചു. അതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ടു. അതിനുശേഷം കുറച്ച് ഷാലറ്റ്സ്, കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. പിന്നെ ഇതിൽ തേങ്ങാക്കൊത്തൂട് ചേർത്താൽ അത് കടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് ഞാൻ അടച്ചു വെച്ച് ഒന്ന് വേവാൻ, ഒന്ന് കുക്കാവണം. ഈ കടലപ്പരിപ്പ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് സ്റ്റവ് ഓണാക്കി. അപ്പം ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒന്ന് ആവി കയറുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് എണ്ണയിൽ അങ്ങനെ വറക്കുന്നില്ല. ഇതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, ഒത്തിരി ഇല്ല, കുറച്ച് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. അല്ലാതെ സെപ്പറേറ്റ് ഒരു ബൗളിലോട്ടോ അല്ലെങ്കിൽ ഒരു പാനിലോട്ടോ ഒന്നും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ല. വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് പരിപ്പ് മെഴുക്കുവരട്ടി. അപ്പോൾ ഇവിടെ ഇത് കുക്കായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ചിന് കൂട്ടാനായിട്ട് പരിപ്പ് മെഴുക്കുവരട്ടി, പിന്നെ കുറച്ച് ക്യാബേജ് തോരനുണ്ട്, പിന്നെ കുറച്ച് മോരുകറിയുണ്ട്. അത് വിത്ത് മാങ്ങ ഇട്ട മോരുകറിയാണ്. ആ ക്യാബേജ് തോരനകത്തിൽ കുറച്ച് ബീൻസും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.